ആലപ്പുഴ കലവൂരിൽ 73കാരി സുഭദ്രയെ കൊന്നു കുഴിച്ചുമൂടിയ കേസിൽ അന്വേഷണ സംഘത്തിന് നിർണായക തെളിവ് ലഭിച്ചു. സുഭദ്രയെ കൊലപ്പെടുത്തിയ മുറിയിൽ നിന്നും ഫോറൻസിക് പരിശോധനയിൽ രക്തക്കറ കണ്ടെത്തി. കൊലപാതക ശേഷം വീട് തുടച്ച് വൃത്തിയാക്കിയിരുന്നുവെങ്കിലും തെളിവുകൾ അവശേഷിക്കുകയായിരുന്നു. കൊലയ്ക്ക് ശേഷം വീടിനുള്ളിൽ സ്വീകരണ മുറിയോട് ചേർന്നുള്ള ഹാളിലെ കട്ടിലിനടിയിലായിരുന്നു മൃതദേഹം ഒളിപ്പിച്ചിരുന്നത്. ഇവിടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം കണ്ടെത്താൻ സാധിച്ചത് നിർണായകമായി. ആവശ്യത്തിന് സാമ്പിളുകൾ ശേഖരിക്കാനും ഫോറൻസിക് സംഘത്തിനായി. കൊലപാതക ശേഷം വീട് മാത്യുവും ശർമിളയും ചേർന്ന് തുടച്ച് വൃത്തിയാക്കിയിരുന്നു. എന്നിട്ടും സുപ്രധാന തെളിവുകൾ അവശേഷിച്ചു. ഇന്നലെ നടത്തിയ തെളിവെടുപ്പിൽ വീടിനടുത്തുള്ള തോട്ടിൽ നിന്നും കൊലപാതക സമയം രക്തം പുരണ്ടെന്ന് കണ്ട് പ്രതികൾ ഉപേക്ഷിച്ച് തലയിണ കണ്ടെത്തിയിരുന്നു. എന്നാൽ പരിശോധനയിൽ രക്തസാമ്പിളുകൾ തലയിണയിൽ നിന്ന് കണ്ടെത്താനായില്ല. എട്ട് ദിവസത്തെ കസ്റ്റഡിയിലാണ് അന്വേഷണ സംഘത്തിന് പ്രതികളെ വിട്ടുകിട്ടിയിട്ടുള്ളത്. ചോദ്യം ചെയ്യലിൽ കേസിലെ മൂന്നാം പ്രതിയും മാത്യുവിന്റെയും ശർമിളയുടെയും അടുത്ത സുഹൃത്തുമായ റെയ്നോൾഡുമായി സുഭദ്രയ്ക്കും അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് പ്രതികൾ വ്യക്തമാക്കി. അതേസമയം കൊലപാതക ശേഷം പ്രതികൾ കടന്ന കർണാടക ഉടുപ്പിയിലേക്ക് മണ്ണഞ്ചേരി CI MK രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ രാത്രി തന്നെ തെളിവെടുപ്പിനായി പുറപ്പെട്ടു. ഉടുപ്പിയിൽ വിവിധ ഇടങ്ങളിൽ പ്രതികൾ വിറ്റ സ്വർണവും കണ്ടെടുക്കേണ്ടതുണ്ട്. 24 ആലപ്പുഴ.